ദ പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആകർഷകവും അപകടകരവുമായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ 12 ധാതുക്കൾ. ഭൂമിയിൽ കാണപ്പെടുന്ന ഈ പ്രകൃതിദത്ത അത്ഭുതങ്ങൾക്ക് വിസ്മയകരവും മാരകവുമായ ഗുണങ്ങളുണ്ട്. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ മുതൽ വിഷസംയുക്തങ്ങൾ വരെ ഈ ധാതുക്കൾ വ്യവസായത്തിലും സാങ്കേതിക വിദ്യയിലും ചരിത്രത്തിലും കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ അവ മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതരമായ അപകട സാധ്യതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ധാതുക്കളുടെ കൗതുകകരമായ സ്വഭാവ സവിശേഷതകൾ, ഉപയോഗങ്ങൾ, അവർ വഹിക്കുന്ന അപകടങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യുമ്പോൾ എന്നോടൊപ്പം ചേരുക. നമ്മുടെ ഏറ്റവും പുതിയ വിഷയങ്ങൾ അപ്ഡേറ്റായി തുടരാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 1. അമോസൈറ്റ് ആസ്ബറ്റോസ്. തവിട്ട് ആസ്ബറ്റോസ് എന്നും അറിയപ്പെടുന്ന അമോസൈറ്റ് ആസ്ബറ്റോസ് 6 അംഗീകൃത ആസ്ബറ്റോസുകളിൽ ഒന്നാണ്. ധാതുക്കളുടെ ആംഫിബോൾ ഗ്രൂപ്പിൽപ്പെടുന്ന ഗ്രൂണറൈറ്റ് എന്ന ധാതുവാണ് ഇതിൽ പ്രാഥമികമായി അടങ്ങിയിരിക്കുന്നത്. അമോസൈറ്റ് ആസ്ബറ്റോസിനെ കുറിച്ചുള്ള ചില പ്രധാന പോയിന്റുകൾ ഇതാ. അമോസൈറ്റ് ഒരു ഇരുമ്പ് മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. ഇത് സാധാരണയായി തവിട്ട് നിറത്തിലുള്ള ഷെയ്ഡുകളിൽ കാണപ്പെടുന്നു. ഇത് നേരായതും പൊട്ടുന്നതുമായ നാരുകൾ പോലെ കാണപ്പെടുന്നു. ചരിത്രപരമായി ഇൻസുലേഷൻ സാമഗ്രികൾ, സിമന്റ് ഷീറ്റുകൾ, റൂഫിംഗ് സാമഗ്രികൾ, ഫയർ പ്രൂഫിംഗ് എന്നിവയുൾപ്പെടെ വിവിധ വ്യാവസായിക പ്രയോഗങ്ങളിൽ അമോസൈറ്റ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അമോസൈറ്റ് ആസ്ബറ്റോസുമായി സമ്പർക്കം പുലർത്തുന്നത് ആസ്ബറ്റോസിസ്, ശ്വാസകോശ അർബുദം, മെസോതെലിയാമ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം. ആസ്ബറ്റോസിന്റെ നാരുകളുടെ സ്വഭാവം നാരുകൾ വായുവിലൂടെ സഞ്ചരിക്കാനും എളുപ്പത്തിൽ ശ്വസിച്ച് ഉള്ളിൽ കയറപ്പെടാനും സാധ്യതയുള്ളതാണ്. ഇത് കാലക്രമേണ കടുത്ത ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആരോഗ്യപരമായ അപകട സാധ്യതകൾ കാരണം അമോസൈറ്റ് ആസ്ബറ്റോസിന്റെ ഉപയോഗം പല രാജ്യങ്ങളിലും വളരെയധികം നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പഴയ കെട്ടിടങ്ങളിലും മെറ്റീരിയലുകളിലും ഇത് ഇപ്പോഴും കാണാവുന്നതാണ്. 2. സിന്നബാർ. മെർക്കുറിക് സൾഫൈഡ് HGS അടങ്ങിയ കടും ചുവപ്പ് ധാതുവാണ് സിന്നബാർ. പുരാതന കാലം മുതൽ ചുവന്ന നിറത്തിന് ഇത് ഉപയോഗിച്ചിരുന്നു. ഇത് കലയിലും അലങ്കാരത്തിലും ഒരു ജനപ്രിയ പിഗ്മെന്റായി മാറുകയും ചെയ്തിരുന്നു. HGS കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇത് മൊഹ് സ്കെയിലിൽ 2 തൊട്ട് 2.5 കാഠിന്യം നിറഞ്ഞത് ആണ്. വെർമിലിയൻ എന്നറിയപ്പെടുന്ന സിന്നബാർ ചുവർ ചിത്രങ്ങളിലും മൺപാത്രങ്ങളിലും സൗന്ദര്യവർദ്ധക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. മെർക്കുറി വേർതിരിച്ചെടുക്കുന്നതിനുള്ള പ്രാഥമിക സ്രോതസ്സാണ് സിന്നബാർ. ഇതിന് തെർമോമീറ്ററുകൾ, ബാരോമീറ്ററുകൾ, ഡെന്റൽ ഫില്ലിങ്ങുകൾക്കുള്ള അമാൽഗം എന്നിവ ഉൾപ്പെടെ വിവിധ വ്യാവസായിക ആപ്ലിക്കേഷനുകൾ ഉണ്ട്. സിന്നബാർ ജലതാപ പ്രവർത്തനങ്ങളുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പലപ്പോഴും ചൂട് നീരുറവകളുമായും അഗ്നിപർവ്വത പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്പെയിൻ, ഇറ്റലി, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാലിഫോർണിയ, ടെക്സസ് കൂടാതെ ചൈന, പെറു എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. മെർക്കുറിയുടെ അംശം കാരണം സിന്നബാർ വളരെ വിഷാംശമുള്ളതാണ്. മെർക്കുറി വിഷബാധയിലേക്ക് നയിച്ചേക്കാവുന്ന പൊടിപടലങ്ങൾ ശ്വസിക്കുകയോ അകത്താക്കുകയോ ചെയ്യാതിരിക്കാൻ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ ആവശ്യമാണ്. പരമ്പരാഗത ചൈനീസ് മെഡിസിനിൽ സിന്നബാർ ഷൂഷ എന്ന് വിളിക്കപ്പെടുന്നു. ചരിത്രപരമായി അത് രോഗശാന്തി ഗുണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. എന്നിരുന്നാലും വിഷാംശ ആശങ്കകൾ കാരണം അതിന്റെ ഉപയോഗം കുറഞ്ഞു. വിവിധ പുരാതന നാഗരികതകളിൽ ആചാരപരമായ ആവശ്യങ്ങൾക്കും കലാപരമായ ആവശ്യങ്ങൾക്കും സിന്നബാർ അതിന്റെ ശ്രദ്ധേയമായ നിറം കാരണം ഉപയോഗിച്ചിരുന്നു. സിന്നബാറിന്റെ ചടുലമായ രൂപവും ചരിത്രപരമായ പ്രാധാന്യവും അതിനെ ആകർഷകമായ ഒരു വിഷയമാക്കി മാറ്റുന്നു. എന്നിരുന്നാലും അതിന്റെ വിഷ സ്വഭാവം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടുന്നു. 3. ഓർപ്പിമെന്റ്. ആർസനിക് സൾഫൈഡ് AS2S3 അടങ്ങിയിരിക്കുന്ന തിളക്കമുള്ള മഞ്ഞ ധാതുവാണ് ഓർപ്പിമെന്റ്. ഓർപ്പിമെന്റിന് AS2S3 എന്ന കെമിക്കൽ ഫോർമുലയുണ്ട്. സാധാരണയായി താഴ്ന്ന താപനിലയുള്ള ജലവൈദ്യുത സിരകൾ, ചൂട് നീരുറവകൾ, അഗ്നിപർവ്വത ഫ്യുമറോളുകൾ എന്നിവയിൽ രൂപം കൊള്ളുന്നു. ഇതിന് വ്യതിരിക്തമായ മഞ്ഞ മുതൽ ഓറഞ്ച് ചേർന്ന മഞ്ഞ നിറങ്ങൾ വരെയുണ്ട്. ധാതുക്കളുടെ പേര് ലാറ്റിൻ പദമായ ഔറി പിഗ്മെന്റം, സ്വർണ്ണ പിഗ്മെന്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതിന്റെ തിളക്കമുള്ള നിറത്തെ ഈ പേര് പ്രതിഫലിപ്പിക്കുന്നു. ചരിത്രപരമായി ഓർപ്പിമെന്റ് അതിന്റെ വിഷസ്വഭാവം ഉണ്ടായിരുന്നിട്ടും പെയിന്റിംഗിൽ ഒരു പിഗ്മെന്റായും ഔഷധ ഘടകമായും ഉപയോഗിച്ചിരുന്നു. ആധുനിക കാലത്ത് ആഴ്സനിക്കിന്റെ സാന്നിധ്യം മൂലം ഇതിന്റെ ഉപയോഗം പരിമിതമാണ്. ഓർപ്പിമെന്റിൽ ആർസനിക് അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ വിഷാംശം ഉണ്ടാക്കുന്നു. ആർസനിക് വിഷബാധ ഒഴിവാക്കാൻ ഓർപ്പിമെന്റ് കൈകാര്യം ചെയ്യുന്നതിന് ജാഗ്രത ആവശ്യമാണ്. ആർസനിക് സൾഫൈഡ് ധാതു ചേർന്നാണ് ഓർപ്പിമെന്റ് സാധാരണയായി കാണപ്പെടുന്നത്. ഇത് പലപ്പോഴും ജലവൈദ്യുത സിരകളിലും ചൂട് നീരുറവകളിലും അഗ്നിപർവ്വത പ്രദേശങ്ങളിലും സംഭവിക്കുന്നു. പുരാതന കാലത്ത് ഓർപ്പിമെന്റ് ഒരു പിഗ്മെന്റായും ആൽക്കമിയിലുമായി ഉപയോഗിച്ചിരുന്നു.
സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റുകളുടെയും ചായങ്ങളുടെയും നിർമ്മാണത്തിലും ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിന് ഒരു മോണോക്ലിനിക്കൽ സിസ്റ്റം ഉണ്ട്. കൂടാതെ 1.5 മുതൽ 2 വരെ മോക്സ് കാഠിന്യവും തൂവെള്ള തിളക്കവും എന്നിവയുണ്ട്. 4. ഫ്ലൂറൈറ്റ്. ഫ്ലൂറൈറ്റ് മറ്റൊരു രസകരമായ ധാതുവാണ്. സാധാരണ അപകടകരമല്ലെങ്കിലും ഫ്ലൂറൈറ്റിനെ കുറിച്ചുള്ള ചില പ്രധാന പോയിന്റുകൾ ഇതാ. CaF2 എന്ന രാസസൂത്രവാക്യമുള്ള കാൽസ്യം ഫ്ലൂറൈഡ് ധാതുവാണ് ഫ്ലൂറൈറ്റ്. ധ്രുമനൂൽ, നീല, പച്ച, മഞ്ഞ കൂടാതെ നിറമില്ലാത്തത് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന നിറങ്ങൾക്ക് ഇത് അറിയപ്പെടുന്നു. ഫ്ലൂറൈറ്റ് പലപ്പോഴും ക്യൂബിക് ക്രിസ്റ്റലുകളിൽ രൂപം കൊള്ളുന്നു. അൾട്രാവയലറ്റ് രശ്മികൾക്ക് കീഴിൽ ഫ്ലൂറസെൻസ് പ്രദർശിപ്പിക്കാനും കഴിയും. വിവിധ നിറങ്ങളിൽ അവ തിളങ്ങുന്നു. ഫ്ലൂറൈറ്റിന് നിരവധി വ്യാവസായിക പ്രയോഗങ്ങളുണ്ട്. സ്റ്റീൽ ഉൽപാദനത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ ദ്രവണാങ്കം കുറയ്ക്കുന്നതിനുള്ള ഒരു ഫ്ലക്സായി ഇത് ഉപയോഗിക്കുന്നു. ഫ്ലൂറോ കാർബണുകളും ഫ്ലൂറൈഡ് സംയുക്തങ്ങളും ഉൾപ്പെടെ വിവിധ രാസവസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ പ്രാഥമിക ഉറവിടമാണ് ഫ്ലൂറൈറ്റ്. ഉയർന്ന ശുദ്ധിയുള്ള ഫ്ലൂറൈറ്റ് ലെൻസുകളുടെയും ഒപ്റ്റിക്കൽ ഘടകങ്ങളുടെയും നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. കാരണം അതിന്റെ കുറഞ്ഞ വ്യാപനവും അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് ലൈറ്റുകളിലേക്കുള്ള ഉയർന്ന സുതാര്യതയുമാണ് ഇതിന് കാരണം. അലങ്കാരശിലയായും ആഭരണങ്ങളിലും ഉപയോഗിക്കുന്നതിന് ഫ്ലൂറൈറ്റ് വെട്ടിമിനുക്കിയെടുക്കുന്നു. ഫ്ലൂറൈറ്റ് വളരെ വിഷാംശം ഉള്ളതല്ലെങ്കിലും ഫ്ലൂറൈറ്റ് പൊടി ശ്വസിക്കുന്നത് ദീർഘനേരം എക്സ്പോഷർ ചെയ്യുമ്പോൾ ദോഷകരമാണ്. ഇത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല, ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഉൽപാദനം പോലെയുള്ള ഫ്ലൂറൈറ്റ് ഉൾപ്പെടുന്ന വ്യാവസായിക പ്രക്രിയകൾക്ക് അപകടകരമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഫ്ലൂറൈറ്റ് എന്ന പേര് അതിന്റെ ഫ്ലൂറസെന്റ് ഗുണങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഇവയുടെ തിളക്കം ധാതുശേഖരണക്കാർക്കിടയിൽ ഇത് ജനപ്രിയമാക്കുന്നു. മൊത്തത്തിൽ വ്യാവസായിക സന്ദർഭങ്ങളിൽ ഫ്ലൂറൈറ്റ് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിലും ഓർപ്പിമെന്റ് പോലുള്ള ധാതുക്കൾ പോലെ അത് അപകടകരമല്ല. 5. ചാൽക്കാന്തൈറ്റ്. ചാൽക്കാന്തൈറ്റ് തീർച്ചയായും ആകർഷകവും എന്നാൽ അപകടകരവുമായ ധാതുവാണ്. CuSO4,5H2O എന്ന രാസസൂത്രവാക്യമുള്ള ജലാംശമുള്ള കോപ്പർ സൾഫേറ്റ് ധാതുവാണ് ചാൽക്കാന്തൈറ്റ്. തിളങ്ങുന്ന നീല മുതൽ നീല, പച്ച കലർന്ന ക്രിസ്റ്റലുകൾക്ക് പേരുകേട്ടതാണ്. അവ കാഴ്ചയിൽ ആകർഷകവുമാണ്. ചാൽക്കാന്തൈറ്റ് വെള്ളത്തിൽ വളരെ ലയിക്കുന്നതാണ്, അതായത് അത് എളുപ്പത്തിൽ അലിഞ്ഞു ചേരും. ഈ ലായകത ധാതുവിന് വിഷ കോപ്പർ അയോണുകൾ പരിസ്ഥിതിയിലേക്ക് വിടാൻ കഴിയും. ഇത് സസ്യങ്ങൾക്കും ജലജീവികൾക്കും അപകടമുണ്ടാക്കും. കൂടാതെ കാലക്രമേണ വരണ്ട വായുവിൽ തുറന്നാൽ അത് നിർജ്ജലീകരണം സംഭവിക്കുകയും അതിന്റെ നിറം നഷ്ടപ്പെടുകയും ചെയ്യും. ചാൽക്കാന്തൈറ്റിലെ ചെമ്പിന്റെ അംശം അതിനെ വിഷലിപ്തമാക്കുന്നു. ധാതുക്കൾ കഴിക്കുകയോ കാര്യമായ അളവിൽ സമ്പർക്കം പുലർത്തുകയോ ചെയ്യുന്നത് വിഷബാധയിലേക്ക് നയിച്ചേക്കാം. ഇത് ഓക്കാനം, ഛർദി, വയറുവേദന, കഠിനമായ കേസുകളിൽ കരൾ, കിഡ്നി എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. വിഷാംശം ഉള്ളതിനാൽ ചാൽക്കാന്തൈറ്റ് കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധയോടെ ആയിരിക്കണം. സമ്പർക്കം ഒഴിവാക്കാൻ കയ്യുറകൾ ധരിക്കുക. കൂടാതെ ഏതെങ്കിലും സൂക്ഷ്മ കണങ്ങൾ ശ്വസിക്കുന്നത് തടയാൻ ഒരു പൊടി മാസ്ക് നല്ലതാണ്. ഇന്ന് അതിന്റെ പ്രാഥമിക ഉപയോഗം അതിന്റെ ഉജ്ജ്വലമായ നിറത്തിനും ക്രിസ്റ്റൽ രൂപത്തിനും വിലമതിക്കുന്നു. ചെമ്പ് നിക്ഷേപങ്ങളുടെ ഓക്സിഡേഷൻ സോണുകളിൽ സാധാരണയായി ചാൽക്കാന്തൈറ്റ് കാണപ്പെടുന്നു. കൂടാതെ ചെമ്പ് വഹിക്കുന്ന ജലം ബാഷ്പീകരിക്കപ്പെടുന്ന ഖനിപ്രവർത്തനങ്ങളിലും ഇത് രൂപം കൊള്ളുന്നു. ബാഷ്പീകരണ നിരക്ക് കൂടുതലുള്ള വരണ്ടതുമായ പ്രദേശങ്ങളുമായി ഇത് പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ലയിക്കുന്നതിനാൽ ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചാൽക്കാന്തൈറ്റ് കാര്യമായ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും. ചാൽക്കാന്തൈറ്റ് അതിന്റെ സൗന്ദര്യത്തിന് വിലമതിക്കപ്പെടുന്നു, പക്ഷേ അതിന്റെ വിഷ സ്വഭാവം കാരണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. 6. സ്റ്റിപ്നൈറ്റ്. അതുല്യമായ ഗുണങ്ങൾക്കും അപകട സാധ്യതകൾക്കും പേരുകേട്ട മറ്റൊരു ധാതുവാണ് സ്റ്റിപ്നൈറ്റ്. Sb2S3 എന്ന രാസസൂത്രവാക്യമുള്ള സൾഫൈഡ് ധാതുവാണ് സ്റ്റിപ്നൈറ്റ്. ആന്റിമണി, Sb, സൾഫർ, As എന്നിവ ചേർന്നതാണ് ഇത്. ഇത് സാധാരണയായി EM ചാരനിറം മുതൽ വെള്ളി വരെ നിറമുള്ള പ്രിസ്മാറ്റിക് പരലുകൾ പോലെ കാണപ്പെടുന്നു. സ്റ്റിപ്നൈറ്റിന് ഒരു ലോഹ തിളക്കമുണ്ട്. മാത്രമല്ല ആകർഷകമായ ക്രിസ്റ്റൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുത്താനും കഴിയും. സ്റ്റിപ്നൈറ്റുമായി ബന്ധപ്പെട്ട പ്രാഥമിക അപകടം അതിന്റെ ആന്റിമണി ഉള്ളടക്കത്തിൽ നിന്നാണ്. ആന്റിമണി ഒരു വിഷഘടകമാണ്. എക്സ്പോഷർ, ത്വക്ക് പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഗുരുതരമായ കേസുകളിൽ അവയവങ്ങൾക്ക് കേടുപാടുകൾ അല്ലെങ്കിൽ വിഷബാധ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഇടയാക്കും. സ്റ്റിപ്നൈറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ സമ്പർക്കം ഒഴിവാക്കാൻ സംരക്ഷണ കയ്യുറകളും പൊടി ശ്വസിക്കുന്നത് തടയാൻ മാസ്കുകളും ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. മിനറൽ പ്രോസസ് ചെയ്യുന്നതോ പതിവായി കൈകാര്യം ചെയ്യുന്നതോ ആയ സ്ഥലങ്ങളിൽ ശരിയായ വെന്റിലേഷൻ അത്യാവശ്യമാണ്. ചരിത്രപരമായി സ്റ്റിപ്നൈറ്റ് ആന്റിമണിയുടെ ഒരു പ്രധാന സ്രോതസ്സായിരുന്നു. ഇത് ഫ്ലെയിം റിട്ടാർഡന്റുകൾ, ലെഡ്, ആസിഡ് ബാറ്ററികൾ,
അലോയ് ഉൽപാദനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പിഗ്മെന്റുകളുടെയും ചില ഫാർമസ്യൂട്ടിക്കലുകളുടെയും ഉൽപാദനത്തിലും ഇത് ഉപയോഗിച്ചു വരുന്നു. മറ്റ് സൾഫൈഡ് ധാതുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹൈഡ്രോതെർമൽ സിരകളിലാണ് സ്റ്റിപ്നൈറ്റ് സാധാരണയായി കാണപ്പെടുന്നത്. ചൈന, ജപ്പാൻ, റൊമാനിയ, ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഗണ്യമായ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റിപ്നൈറ്റ് ഖനനവും സംസ്കരണവും പരിസ്ഥിതിയിലേക്ക് ആന്റിമണി പുറത്തുവിടുകയും മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുകയും ചെയ്യും. ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് ശരിയായ പാരിസ്ഥിതിക മാനേജ്മെന്റ് രീതികൾ അത്യന്താപേക്ഷിതമാണ്. പുരാതന കാലത്ത് പൊടിച്ച സ്റ്റിപ്നൈറ്റ് കോൾ എന്നറിയപ്പെടുന്ന ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായി ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈജിപ്തിലും മിഡിൽ ഈസ്റ്റിലും. വിഷാംശം ഉണ്ടായിരുന്നിട്ടും കാര്യമായ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ധാതുവാണ് സ്റ്റിപ്നൈറ്റ്. പക്ഷേ വിഷാംശമുള്ള ആന്റിമണി ഉള്ളടക്കം കാരണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ധാതു ശേഖരണക്കാർക്കിടയിൽ ഇത് ഒരു ജനപ്രിയ മാതൃകയാക്കി മാറ്റുന്നത് അതിന്റെ ലോഹത്തിളക്കവും ക്രിസ്റ്റൽ രൂപീകരണവുമാണ്. 7. ഹച്ചിൻസോണൈറ്റ്. അദ്വിതീയമായ ഗുണങ്ങൾക്കും ആരോഗ്യപരമായ അപകട സാധ്യതകൾക്കും പേരുകേട്ട കൗതുകകരവും അപൂർവവുമായ ധാതുവാണ് ഹച്ചിൻസോണൈറ്റ്. സൾഫോസാൾട്ട് ധാതുവാണ് ഹച്ചിൻസോണൈറ്റ്. ഇത് പ്രാഥമികമായി ലെഡ്, താലിയം, ആർസനിക്, സൾഫർ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഹച്ചിൻസോണൈറ്റ് സാധാരണയായി ചുവപ്പ് മുതൽ തവിട്ട് ചുവപ്പ് വരെ പ്രിസ്മാറ്റിക് പരലുകൾ പോലെ കാണപ്പെടുന്നു. ഇത് ഒരു വലിയ രൂപത്തിലോ നാരുകളുള്ള അഗ്രഗേറ്റുകളിലോ സംഭവിക്കാം. ഇതിന്റെ പരലുകൾ പലപ്പോഴും വളരെ ശ്രദ്ധേയമാണ്. താലിയം, ലെഡ്, ആർസനിക് എന്നിവ കാരണം ഹച്ചിൻസോണൈറ്റ് ഉയർന്ന വിഷമാണ്. താലിയം, ആർസനിക് എന്നിവ പ്രത്യേകിച്ച് അപകടകരമാണ്. എക്സ്പോഷർ, മുടികൊഴിച്ചിൽ, നാഡീസംബന്ധമായ തകരാറുകൾ, അവയവങ്ങളുടെ പ്രശ്നം, മരണം എന്നിവ പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം. വിഷാംശം കണക്കിലെടുത്ത് ഹച്ചിൻസോണൈറ്റ് കൈകാര്യം ചെയ്യുന്നതിന് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. പൊടി ശ്വസിക്കുകയോ ചർമ്മത്തിൽ നേരിട്ട് സമ്പർക്കം പുലർത്തുകയോ ചെയ്യാതിരിക്കാൻ സംരക്ഷണ കയ്യുറകൾ, മാസ്കുകൾ, ശരിയായ വായുസഞ്ചാരം എന്നിവ അത്യാവശ്യമാണ്. സാമ്പിളുകൾ കൈകാര്യം ചെയ്ത ശേഷം കൈകൾ നന്നായി കഴുകുന്നത് പ്രധാനമാണ്. തീവ്രമായ വിഷാംശം കാരണം ഹച്ചിൻസോണൈറ്റിന് കാര്യമായ വ്യാവസായിക പ്രയോഗങ്ങളൊന്നുമില്ല. അതിന്റെ പ്രാഥമിക മൂല്യം അതിന്റെ അപൂർവതയിലും ധാതു ശേഖരിക്കുന്നവരെ ആകർഷിക്കുന്നതിലുമാണ്. സ്വിറ്റ്സർലൻഡിലെ ബിന്നൻഡലിലാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ഇറ്റലി, ജർമ്മനി, പെറു തുടങ്ങിയ പ്രദേശങ്ങളിലും ശ്രദ്ധേയമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹച്ചിൻസോണൈറ്റ് വേർതിരിച്ചെടുക്കുന്നതും സംസ്കരിക്കുന്നതും വിഷമൂലകങ്ങളുടെ പ്രകാശനം മൂലം പാരിസ്ഥിതിക അപകടങ്ങൾക്ക് കാരണമാകും. മണ്ണിന്റെയും ജലസ്രോതസ്സുകളുടെയും മലിനീകരണം കുറയ്ക്കുന്നതിന് ശരിയായ പാരിസ്ഥിതിക മാനേജ്മെന്റും സുരക്ഷാ പ്രോട്ടോകോളും അത്യാവശ്യവുമാണ്. ബ്രിട്ടീഷ് ധാതുശാസ്ത്രജ്ഞനായ ആർത്തർ ഹച്ചിൻസോണറ്റിന്റെ പേരിലാണ് ഹച്ചിൻസോണൈറ്റിന് പേര് ലഭിച്ചത്. അപൂർവവും സങ്കീർണവുമായ രസതന്ത്രം കാരണം ഇത് പ്രാഥമികമായി ശേഖരിക്കുന്നവർക്കും ഗവേഷകർക്കും താൽപ്പര്യമുള്ള ഒരു ധാതുവാണ്. 8. ആർസനോപൈറൈറ്റ്. കാര്യമായ സവിശേഷതകളും അനുബന്ധ അപകടങ്ങളും ഉള്ള ശ്രദ്ധേയമായ ധാതുവാണ് ആർസനോപൈറൈറ്റ്. ഇരുമ്പ് ആർസനിക് സൾഫൈഡ് ധാതുവാണ് ആർസനോപൈറൈറ്റ്. അതിൽ ഇരുമ്പ് Fe, ആർസനിക് As, സൾഫർ S എന്നിവ അടങ്ങിയിരിക്കുന്നു. ആർസനോപൈറൈറ്റ് സാധാരണയായി വെള്ളി, വെളുപ്പ് മുതൽ ഉരുക്ക് ചാരനിറത്തിലുള്ള പ്രിസ്മാറ്റിക് ക്രിസ്റ്റലുകളായി ലോകത്തിളക്കമുള്ളതായി കാണുന്നു. ഗ്രാനുലാർ അല്ലെങ്കിൽ കൂറ്റൻ രൂപങ്ങളിലും ഇത് സംഭവിക്കാം. ആർസനോപൈറൈറ്റിന്റെ പ്രാഥമിക അപകടം അതിന്റെ ആർസനിക് ഉള്ളടക്കത്തിൽ നിന്നാണ്. ആർസനോപൈറൈറ്റ് ചതച്ചോ ചൂടാക്കിയോ ചെയ്യുമ്പോൾ അത് ഉയർന്ന വിഷാംശമുള്ള ആർസനിക് പുകയോ പൊടിയോ പുറത്തുവിടും. ആർസനിക്കിന്റെ സമ്പർക്കം ത്വക്ക് ക്ഷതം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആർസനോപൈറൈറ്റ് കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത ആവശ്യമാണ്. നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതും പൊടി ശ്വസിക്കുന്നതും ഒഴിവാക്കാൻ സംരക്ഷണ കയ്യുറകളും മാസ്കുകളും ഉപയോഗിക്കണം. ധാതുക്കളോടൊപ്പമോ അതിനടുത്തോ പ്രവർത്തിക്കുമ്പോൾ ശരിയായ വായു സഞ്ചാരം ആവശ്യമാണ്. ആർസനോപൈറൈറ്റിന്റെ ഖനനവും സംസ്കരണവും ആർസനിക് പരിസ്ഥിതിയിലേക്ക് വിടുന്നതിനും മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നതിനും ഇടയാക്കും. ആർസനോപൈറൈറ്റിന് ഓക്സിജനും വെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് ആർസനിക് ആസിഡ് രൂപീകരിക്കാൻ കഴിയും. ഇത് ലയിക്കുന്നതിനും പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാകും. ചൂടാകുമ്പോൾ അത് വിഘടിച്ച് ആഴ്സനിക് ട്രയോക്സൈഡ് ഉയർന്ന വിഷപദാർത്ഥമായി മാറുന്നു. ആഴ്സനിക് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ധാതുവാണ് ആർസനോപൈറൈറ്റ്. എന്നാൽ വിഷാംശം കാരണം അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. 9. ഫെൽസ്പാർ. നിരവധി അംഗങ്ങളുള്ള ഒരു സാധാരണ ധാതു ഗ്രൂപ്പാണ് ഫെൽസ്പാർ. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ഘടനയും ഗുണങ്ങളുമുണ്ട്. വിവിധ അളവിലുള്ള പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം എന്നിവയുമായി ചേർന്ന് അലൂമിനിയം സിലിക്കേറ്റുകൾ അടങ്ങിയ പാറ രൂപപ്പെടുന്ന ധാതുക്കളുടെ ഒരു കൂട്ടമാണ് ഫെൽസ്പാർ. 2 പ്രധാന തരം ഫെൽസ്പാറുകളുണ്ട്. പൊട്ടാസ്യം ഫെൽസ്പാർ, പ്ലാജിയോക്ലേസ് ഫെൽസ്പാർ. സെറാമിക്സ്, ഗ്ലാസ് എന്നിവയുടെ ഉൽപാദനത്തിലെ ഒരു പ്രധാന ഘടകങ്ങളാണ് ഇവ. ടൈലുകൾ, സാനിറ്ററി വെയർ, മറ്റ് നിർമ്മാണ സാമഗ്രികൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഫെൽസ്പാർ ഉപയോഗിക്കുന്നു. കൂടാതെ പെയിന്റ്, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളിൽ ഇതൊരു ഫില്ലർ അല്ലെങ്കിൽ
എക്സ്റ്റൻഡർ ആയി ഉപയോഗിക്കുന്നു. ഇത് ലോകമെമ്പാടുമുള്ള അഗ്നി അവശിഷ്ട പാറകളിൽ കാണപ്പെടുന്നു. ഗ്രാനൈറ്റ്, സൈനൈറ്റ്, മറ്റ് പാറകൾ എന്നിവയുൾപ്പെടെയുള്ളവയുടെ ഒരു പ്രധാന ഘടകമാണിത്. ഫെൽസ്പാർ ധാതുക്കൾ അവയുടെ ഘടന അനുസരിച്ച് ഗുണങ്ങളുടെ ഒരു ശ്രേണി പ്രദർശിപ്പിക്കുന്നു. രത്നക്കല്ലുകളോ അലങ്കാര കല്ലുകളോ ആയി വിലമതിക്കുന്ന അഡുലാരിയ, ചന്ദ്രക്കല്ല്, അമസോണൈറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഫെൽസ്പാർ പൊതുവെ സുരക്ഷിതമാണെങ്കിലും ഖനനത്തിലും സംസ്കരണ പ്രവർത്തനങ്ങളിലും വായുവിലൂടെയുള്ള പൊടിയുടെ ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് ശ്വാസകോശ സംബന്ധമായ അപകടങ്ങൾക്ക് കാരണമാകും. എന്നിരുന്നാലും സെറാമിക്സ് അല്ലെങ്കിൽ ഗ്ലാസ് പോലുള്ള ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങളിൽ ഒരിക്കൽ ഉൾപ്പെടുത്തിയാൽ ഫെൽസ്പാർ നിഷ്ക്രിയവും സുരക്ഷിതവുമാണ്. 10. ഹൈഡ്രോക്സിലാപറ്റൈറ്റ്. ഭൂമിശാസ്ത്രപരവും ജൈവ വൈദ്യശാസ്ത്രപരവുമായ സന്ദർഭങ്ങളിൽ ഹൈഡ്രോക്സിലാപറ്റൈറ്റ് ഒരു പ്രധാന ധാതുവാണ്. കാൽസ്യം ഫോസ്ഫേറ്റ് ധാതുവാണ് ഹൈഡ്രോക്സിലാപറ്റൈറ്റ്. ഇതിൽ കാൽസ്യം, ഫോസ്ഫറസ്, ഓക്സിജൻ, ഹൈഡ്രോക്സൈൽ, അയോണുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. കശേരുക്കളിലെ അസ്ഥി ടിഷ്യുവിന്റെയും പല്ലിന്റെ ഇനാമലിന്റെയും പ്രധാന ഘടകമാണ് ഹൈഡ്രോക്സിലാപറ്റൈറ്റ്. ഇത് എല്ലിന്റെ ഭാരത്തിന്റെ ഏകദേശം 70% വരും. ഇത് അസ്ഥികൂട വ്യവസ്ഥയ്ക്ക് ശക്തിയും കാഠിന്യവും നൽകുകയും കംപ്രസീവ് ശക്തികളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രകൃതിദത്ത പല്ലിന്റെ ഇനാമലിനോടുള്ള സാമ്യം കാരണം ടൂത്ത് പേസ്റ്റ്, ഡെന്റൽ ഇംപ്ലാന്റുകൾ, ബോൺ ഗ്രാഫ്റ്റിംഗ് എന്നിവയുൾപ്പെടെ വിവിധ ഡെന്റൽ മെറ്റീരിയലുകളിലും നടപടിക്രമങ്ങളിലും ഹൈഡ്രോക്സിലാപറ്റൈറ്റ് ഉപയോഗിക്കുന്നു. ഹൈഡ്രോക്സിലാപറ്റൈറ്റ് ബയോ കോമ്പാറ്റിബിൾ ആണ്. അതുകൊണ്ട് മെഡിക്കൽ ആപ്ലിക്കേഷനുകൾക്ക് ഇത് വിലപ്പെട്ടതാകുന്നു. ഓർത്തോപീഡിക് സർജറിയിൽ അസ്ഥികളുടെ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അസ്ഥിനഷ്ടമോ പരിക്കോ സംഭവിക്കുന്നതോ ആയ സന്ദർഭങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഹൈഡ്രോക്സിലാപറ്റൈറ്റ് ഒരു ബോൺ പകരമല്ലെങ്കിൽ ബോൺ ഗ്രാഫ്റ്റ് മെറ്റീരിയലായി ഉപയോഗിക്കുന്നു. സിന്തറ്റിക് ഹൈഡ്രോക്സിലാപറ്റൈറ്റ് ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് വിവിധ മെഡിക്കൽ ഉപകരണങ്ങളിലും ഇംപ്ലാന്റുകളിലും ഉപയോഗിക്കുന്നു. അതായത് ഹിപ്പ് റീപ്ലേസ്മെന്റ്, ഡെന്റൽ ഇംപ്ലാന്റുകൾ, പ്രോസ്തറ്റിക് ഉപകരണങ്ങൾക്കുള്ള കോട്ടിങ്ങുകൾ, ഫോസ്ഫേറ്റ് പാറകൾ, അസ്ഥികൾ, പല്ലുകൾ തുടങ്ങിയ ഭൂഗർഭ രൂപീകരണങ്ങളിൽ ഹൈഡ്രോക്സിലാപറ്റൈറ്റ് സ്വാഭാവികമായും സംഭവിക്കുന്നു. വിവിധ വ്യാവസായിക ബയോമെഡിക്കൽ ആപ്ലിക്കേഷനുകൾക്കായി രാസപ്രക്രിയകളിലൂടെയും ഇത് സമന്വയിപ്പിക്കാൻ കഴിയും. ഹൈഡ്രോക്സിലാപറ്റൈറ്റിന്റെ മെക്കാനിക്കൽ ശക്തി മെച്ചപ്പെടുത്താൻ, ബയോ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കൽ, സമന്വയത്തിനായി പുതിയ രീതികൾ വികസിപ്പിക്കൽ എന്നിങ്ങനെയുള്ള പ്രത്യേക ബയോമെഡിക്കൽ ആവശ്യങ്ങൾക്കായി ഹൈഡ്രോക്സിലാപറ്റൈറ്റിന്റെ ഗുണസവിശേഷതകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 11. വൈറ്റ് ആസ്പെറ്റോസ്. വൈറ്റ് ആസ്പെറ്റോസ് എന്നും അറിയപ്പെടുന്ന ക്രിസോറ്റൈൽ ആസ്പെറ്റോസ് നാരുകളുടെ ഒരു ധാതുവാണ്. ഇത് ചൂട് പ്രതിരോധത്തിനും ഈട് നിൽക്കുന്നതിനുമായി വിവിധ വ്യവസായങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ആസ്പെറ്റോസ് ധാതുക്കളുടെ ഗ്രൂപ്പിൽ പെടുന്ന ധാതുവാണ് ക്രിസോറ്റൈൽ. അതായത് അതിൽ മഗ്നീഷ്യം, സിലിക്കൺ, ഓക്സിജൻ, ഹൈഡ്രോക്സിൽ അയോണുകൾ അടങ്ങിയിരിക്കുന്നു. ക്രിസോറ്റൈൽ ആസ്പെറ്റോസ് നാരുകൾ സാധാരണയായി ചുരുണ്ട ആകൃതിയിലുള്ളതും നാരുകളുള്ള ഘടനയുള്ളതുമാണ്. അവ സാധാരണയായി വെള്ളയോ ചാരനിറമോ ആയിരിക്കും. ചൂട് പ്രതിരോധം, വഴക്കം, ഈട് എന്നിവ കാരണം ക്രിസോറ്റൈൽ ആസ്പെറ്റോസ് ഉൽപ്പന്നങ്ങളിലും വ്യവസായങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. സാധാരണ മേൽക്കൂര, ഇൻസുലേഷൻ, സിമന്റ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾ, ബ്രേക്ക് പാഡുകളും ക്ലച്ച് പാഡുകളും ക്ലച്ച് ലൈനിങ്ങുകളും പോലെയുള്ള ഓട്ടോമോട്ടീവ് ഭാഗങ്ങൾ, തുണിത്തരങ്ങൾ, ഗാസ്കറ്റുകൾ, കർഷണ വസ്തുക്കൾ, ഫയർ പ്രൂഫിംഗ് മെറ്റീരിയലുകളും കോട്ടിങ്ങുകളിലും ഉപയോഗിക്കുന്നു. ക്രിസോറ്റൈൽ ആസ്പെറ്റോസ് നാരുകൾ ശ്വസിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ശ്വാസകോശ പ്രശ്നങ്ങൾ, ശ്വാസകോശ അർബുദം, പ്രത്യേകിച്ച് ദീർഘകാല എക്സ്പോഷർ ഉള്ള വ്യക്തികളിൽ, കൂടാതെ മെസോതെലിയാമ, ക്യാൻസർ എന്നിവയ്ക്കും കാരണമാകും. 12. ക്രോസിഡോലൈറ്റ്. ക്രോസിഡോലൈറ്റ് നീല ആസ്പെറ്റോസ് എന്നും അറിയപ്പെടുന്നു. അതുല്യമായ ഗുണങ്ങളും കാര്യമായ ആരോഗ്യ അപകടങ്ങളുമുള്ള ഒരുതരം ആസ്പെറ്റോസ് ധാതുവാണ്. ആസ്പെറ്റോസ് ധാതുക്കളുടെ ആംഫിപോൾ ഗ്രൂപ്പിൽ പെടുന്ന ഒരു നാരുകളുള്ള സോഡിയം, ഇരുമ്പ് സിലിക്കേറ്റ് ധാതുവാണ് ക്രോസിഡോലൈറ്റ്. ക്രോസിഡോലൈറ്റ് നാരുകൾ നേർത്തതും സൂചി പോലെയുള്ളതും ഒരു പ്രത്യേക നീല നിറമുള്ളതുമാണ്. അവ പലപ്പോഴും ദൃഢമായി കെട്ടിയിരിക്കുന്നതിനാൽ വായുവിലൂടെയുള്ള ചെറിയ നാരുകളായി എളുപ്പത്തിൽ വിഘടിപ്പിക്കാൻ കഴിയും. ക്രോസിഡോലൈറ്റ് ആസ്പെറ്റോസ് വിവിധ വ്യാവസായിക പ്രയോഗങ്ങളിൽ അതിന്റെ ചൂട് പ്രതിരോധവും ഈടും കാരണം ഉപയോഗിച്ചിരുന്നു. പൈപ്പുകൾ, ബോയിലറുകൾ, സ്റ്റീം എഞ്ചിനുകൾ എന്നിവയ്ക്കുള്ള ഇൻസുലേഷൻ വസ്തുക്കൾ, സിമന്റ്, പ്ലാസ്റ്റർ ഉൽപ്പന്നങ്ങൾ ബലപ്പെടുത്തൽ, ഫയർ പ്രൂഫിംഗ് മെറ്റീരിയലുകൾ, കോട്ടിങ്ങുകൾ എന്നിവയിൽ ഉപയോഗിച്ചിരുന്നു. ക്രോസിഡോലൈറ്റ് ആസ്പെറ്റോസ് അതിന്റെ നാരുകൾ ശ്വസിക്കുമ്പോഴോ ഉള്ളിലേക്ക് എടുക്കുമ്പോഴോ അത് വളരെ വിഷാംശം ഉള്ളതാണ്. ക്രോസിഡോലൈറ്റ് നാരുകളുമായുള്ള സമ്പർക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ശ്വാസകോശ രോഗങ്ങൾ, ശ്വാസകോശ അർബുദം, മെസോതെലിയോമ, ക്യാൻസർ എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ക്രോസിഡോലൈറ്റ് ആസ്പെറ്റോസിന്റെ അങ്ങേയറ്റത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ക്രോസിഡോലൈറ്റ് ആസ്പെറ്റോസ് നിരോധിക്കപ്പെടുകയോ ശക്തമായി നിയന്ത്രിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപകടകരമായ ധാതുക്കളുടെ ലോകം പരിവേഷണം ചെയ്യുന്നത് ഭൂമിശാസ്ത്രപരമായ അത്ഭുതങ്ങളുടെ ആകർഷണീയവും
എന്നാൽ അപകടകരവുമായ ഒരു മേഖല അനാവരണം ചെയ്തു. ആർസനിക് മുതൽ യുറേനിയം വരെ. ഈ ധാതുക്കൾക്ക് ഭൂമിയിലെ ജീവനെ ആകർഷിക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ശക്തിയുണ്ട്. നമ്മൾ അവയെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് തുടരുമ്പോൾ അവയുടെ പ്രകൃതി സൗന്ദര്യത്തെയും ശാസ്ത്രീയ പ്രാധാന്യത്തെയും വിലമതിക്കുന്നതിനോടൊപ്പം തന്നെ അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടും ബഹുമാനത്തോടും അവയെ സമീപിക്കേണ്ടതുണ്ട്. അവബോധത്തിലൂടെയും ഉത്തരവാദിത്വത്തോടെയുള്ള കാര്യനിർവഹണത്തിലൂടെയും നമുക്ക് ഈ ധാതുക്കളുടെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാനും അവയുടെ പ്രയോജനങ്ങൾ പ്രയോജനപ്പെടുത്താനും മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കുമുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. ലോകത്തിലെ ഏറ്റവും അപകടകരമായ 12 ധാതുക്കളുടെ ഈ പരിവേഷണത്തിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ വീഡിയോ ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.